on top, everybody drop. ഞാൻ അജിത് എസ്. ഞാനിപ്പോൾ IIT മദ്രാസിൽ തേർഡ് ഇയർ ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ. ഞാൻ മുഹമ്മദ് ഹാദി. ഇപ്പോൾ കറൻ്റ്ലി NIT കാലിക്കറ്റിൽ BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗിൽ സെക്കൻഡ് ഇയറിൽ ജോയിൻ ചെയ്യാൻ പോവാം. എങ്ങനെയാണ് നിങ്ങൾ ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്? അപ്പോൾ സ്റ്റഡിക്കുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ജെയ്ക്ക് പഠിക്കുമ്പോൾ വെറുതെ സർഫസ് ലെവലിൽ 2-3 ഫോർമുലാസ് പഠിച്ചു വെച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റിനെ പറ്റി ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ. ഫുട്ബോൾ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ട്രെസ്സുകളിലൂടെ ഈ എങ്ങനെ മറികടന്നാണ് പഠിച്ചത്? ഇന്നലെ രാത്രി വരെ യൂറോ കപ്പ് ഉണ്ട്, ഇന്ന് രാവിലെ എണീച്ച് ഇന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ എന്തായാലും സാധിക്കില്ല. ഇത് ഒരു പ്രോസസ്സിൽ കൂടി കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. അതായത് ഇന്ന് തീരുമാനിക്കുക, ഓക്കെ ഞാൻ ഇതിനി നിർത്താൻ പോവാണ്, എനിക്ക് ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഭാവി പരിപാടികൾ നടക്കൂല നമുക്ക് തോന്നുമ്പോൾ അത് ഇവിടെ നിർത്താം. NCERT കറക്റ്റ് സ്റ്റിക്ക് ആണെന്നില്ല, പക്ഷെ NCERTൻ്റെ ബാക്കിൽ ഒരു എക്സാമ്പിൾ പ്രോബ്ലം എന്ന് പറഞ്ഞ പരിപാടിയില്ലേ, എല്ലാ ചാപ്റ്ററിൻ്റെ ബാക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, മിസ്സലേനിയസ് എക്സാമ്പിൾസ്, അതെന്തായാലും എല്ലാ ചാപ്റ്ററേയും കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പൊസിഷൻ നിൽക്കുമ്പോൾ തോന്നും ലൈക്ക് ഒന്നും കൂടി നല്ലോണം പഠിച്ചില്ലെങ്കിൽ IIT കിട്ടും, ഉള്ള ഫീൽഡിൽ എക്സൽ ചെയ്യാന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പറഞ്ഞില്ലേ നേരത്തെ ജയിക്കാൻ താല്പര്യമില്ലാണ്ട് ഇവിടെ കയറിയ ആൾക്കാരാണെങ്കിലും നിങ്ങളിപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിയില്ലേ, അപ്പോൾ ആ ഫീൽഡിൽ മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇടാം. കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം മെറ്റീരിയൽ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം അത് കണ്ടന്റുകൾ റെസ്ട്രിക്ട് ചെയ്യണം? ഇവിടെ തരുന്ന മെറ്റീരിയൽസ് തന്നെ നിങ്ങൾക്ക് നല്ല സഫിഷ്യൻ്റ് ആയിരിക്കും. ഞാനിപ്പോൾ പഠിച്ച കോഴ്സിൽ തന്നെ എനിക്ക് മെറ്റീരിയൽസ് ഓൾമോസ്റ്റ് ജസ്റ്റ് ഞങ്ങൾക്ക് തന്ന കാര്യങ്ങളെല്ലാം കവർ ചെയ്യാൻ ആണ് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നത്. മെറ്റീരിയൽസ് നിങ്ങൾ അധികം എക്സ്ട്രാ ബിസിനസ് പറഞ്ഞതിൻ്റെ പിന്നാലെ പോകാതെ തരുന്ന കാര്യങ്ങളെല്ലാം ലൈക്ക് നല്ല പക്കയായി ഫോളോ ചെയ്യാണ് ആദ്യം വേണ്ടത്. ആ കോച്ചിങ്ങിൽ ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ചിരുന്ന 2 വർഷത്തിന് എങ്ങനെ ഡിഫൈൻ ചെയ്യും? കുറേ എഫേർട്ട് ഇടേണ്ടി വന്നു, അതിൻ്റെ എഫേർട്ടിനെല്ലാം റിസൾട്ട് വരികയും ചെയ്തു. ഷോർട്ടായി പറഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് പറ്റാത്ത ലൈക്ക് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാൻ പറ്റാത്ത എഫേർട്സ് ഇടാം, അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല റിസൾട്ട്സ് തന്നെ കിട്ടുകയും ചെയ്യും. ഞാൻ ജീവിതത്തിൽ ഏറ്റവും റെസ്ട്രിക്റ്റഡ് ആയിട്ട് പഠിച്ച 2 കൊല്ലം, ഏറ്റവും റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഉള്ള ഒരു ഫേസാണ് എൻ്റെ ലൈഫിൽ ഇതുവരെ ഉള്ളത്. ഇനി ടോപ്പയുടെ ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളിൻ്റെ ജെഇ ഫസ്റ്റ് ബാച്ച് ലോഞ്ചിൽ മെൻറ്ററായിട്ട് ഞാനും ഉണ്ടാവും. ഇനി മുതൽ ജെഇക്ക് മെൻറ്ററായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പോയിട്ടുണ്ടാവുന്നതാണ്. ടോപ്പയുടെ ഇനിയുള്ള ജേർണിയിൽ എല്ലാ സപ്പോർട്ടുമായി ഞാൻ കൂടെ ഉണ്ടാവും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.